ഹലോ ഗൈസ്, നാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. എവിടെയാണെന്നല്ലേ, നമുക്കത് എയർപോർട്ടിൽ വെച്ച്. സോ ഗൈസ്, നമ്മൾ കൊണ്ടുപോകാനുള്ള ചിപ്സും കാര്യങ്ങളൊക്കെ റെഡിയായി, എൻ്റെ പെട്ടിയും റെഡിയായി, ഡ്രസ്സൊക്കെ വെച്ച് ഒന്ന് പാക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസത്തേക്കുള്ള ട്രിപ്പാണ്. അപ്പം അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു, പെട്ടിയൊക്കെ പൂട്ടി സീൽ ചെയ്തു. ഇതാണ് എൻ്റെ ലഗേജ്. അപ്പം അങ്ങനെ യാത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എയർപോർട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പാട്ടെല്ലാം കേട്ടിട്ട് എൻജോയ് ചെയ്തു നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ടിലാണ്. എല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഇത് എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്, എല്ലാവരും ഉണ്ട്. എന്താണ് പറയാനുള്ളത്? ഇനി എന്തായാലും യാത്ര പറയും. സങ്കടത്തോടു കൂടി എനിക്കുള്ളത് എൻ്റെ അമ്മ, പിന്നെ എൻ്റെ യോജി, എൻ്റെ മരുമക്കൾ, വെയിലിൽ നിന്നും മരം വന്ന് എൻ്റെ കൂടെ വരുന്ന എൻ്റെ സഹയാത്രി ഷെബി. അങ്ങനെ യാത്ര ഷെബി, അങ്ങനെ എമിഗ്രേഷനിൽ ബെൽറ്റൊക്കെ ഊരിക്കൊടുത്തതിൻ്റെ മുഖഭാവമാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ എയർപോർട്ടിലെ ലോഞ്ച്. ഇതാണ് ആരും ഇല്ലായിരുന്നു എയർപോർട്ട്, ആരും ഇല്ലാത്ത കണ്ണൂർ എയർപോർട്ട്. അപ്പം അങ്ങനെ ഫൈനൽ കോളായപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കുതിക്കാൻ പോവുകയായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. എന്തായാലും ആൾക്കാർക്ക് ലഗേജിലെ പേരെല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഞാൻ പോകുന്നത് ദുബായിലേക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. പുതിയ ഫ്ലൈറ്റാണ്, നല്ല ക്രൂ ഒക്കെ ആയിരുന്നു. ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. നമ്മളാണ് ലാസ്റ്റ് കയറിയത്. ഫ്ലൈറ്റിൻ്റെ അകലം വളരെ അടിപൊളിയായിരുന്നു. ഞാനും ഷെബി സീറ്റ്. അപ്പോൾ നമുക്കിത് സേഫ്റ്റി മെഷേഴ്സ് പറഞ്ഞു തരികയാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് റിവേഴ്സ് എടുത്തു പറക്കാൻ വേണ്ടി കുതിക്കുകയായിരുന്നു. ഫ്ലൈറ്റിൻ്റെ കളറെല്ലാം മാറി ഫുള്ള് ബ്ലൂ ആയി. ഫ്ലൈറ്റ് ടേക്ക് ഓഫിനേക്ക് പോയി. രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാനില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ചിരിച്ചിരുന്നു. അങ്ങനെ ടേക്ക് ഓഫിലേക്ക് അടുക്കുന്നു. ടേക്ക് ഓഫ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കിട്ടി. നമുക്ക് രാത്രി ആയതുകൊണ്ട്, ലേറ്റ് നൈറ്റ് യാത്ര ആയതുകൊണ്ട് നല്ല ഉപ്മാവും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ് കിട്ടിയത്. എൻ്റെ കൂടെ തന്നെ എങ്ങനെയുണ്ട് ഷെബി? കൊള്ളാമോ? കൊള്ളാം. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു, അതിനോട് ഫ്രൂട്ടി. അപ്പം അങ്ങനെ ദുബായ് എത്താറായപ്പോൾ ദുബായിൻ്റെ നല്ല ഭംഗി നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് തന്നെ കാണാൻ പറ്റി. 2 റൗണ്ട് ദുബായിൻ്റെ ചുറ്റും കറക്കിയിട്ടാണ് ഫ്ലൈറ്റ് ഇറക്കിയത്. ഫ്ലൈറ്റ് ഇറങ്ങി അതിൽ പെട്രോൾ ഉണ്ടോ നോക്കുന്ന ആൾ ദുബായിലെത്തി. അങ്ങനെ എൻ്റെ സിസ്റ്ററും അടിയനും കൂടെ കൂട്ടാൻ വന്നിരുന്നു. തുള്ളി വരുന്നില്ല, ഇതാണ് എൻ്റെ ഏട്ടത്തിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് ബൊക്കെയൊക്കെ തന്നിരുന്നു, നല്ല ഫ്ലവറിൻ്റെ ബൊക്കെ. ആ ബാക്കിൽ നിന്ന് ഒരു നീഗ്രൊക്കെ ചിരിച്ചിട്ട് പോകുന്നുണ്ടില്ലേ, അതെ. ഉമ്മയൊക്കെ തന്നു. എൻ്റെ എസ്തറ്റിക് ലുക്ക് കണ്ടില്ലേ. അപ്പം അങ്ങനെ ഞാൻ അവസാനം ഞാൻ ദുബായിലെത്തി. അപ്പോൾ 2 മാസത്തെ വിസിറ്റ് വന്നതാണ്. എല്ലാവരും യാത്രയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് നാൾ ദുബായിൽ വ്ളോഗ്സ് ഇടാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.